നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്നിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു താത്വിക അവലോകനത്തിലൂടെ CPM. തെരഞ്ഞെടുപ്പിൽ വൻ തോൽവിയാണ് നേരിട്ടിട്ടുള്ളത്. എന്നാലും അതിനെ ഏതെല്ലാം തരത്തിൽ അവലോകനം ചെയ്ത് അത് പരാജയത്തെ ജയമാക്കാം എന്ന് ചിന്തിക്കുകയാണ് CPM. പക്ഷേ CPI ഒരുപക്ഷെ അത് ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഇനിയെങ്കിലും അത് വിലയിരുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നന്നായി ബാധിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ME ഗോവിന്ദൻ അടക്കം VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും വിജയം എനിക്കാണോ എന്നുള്ളത് ME ഗോവിന്ദൻ്റെ ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പിച്ചി നോക്കേണ്ടി വന്നു. അത്തരത്തിൽ ഏത് വിജയത്തെയും ഏത് പരാജയത്തെ അവർക്ക് വിജയമാക്കാൻ സാധിക്കുന്ന തരത്തിൽ അവലോകനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോഴും സ്വയം ചിന്തിക്കാതെ വീണ്ടും CPM ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ഒരു വലിയ പരാജയമല്ലേ CPM നേരിടുന്നത്? കപ്പലൊക്കെ തീ പിടിച്ച് താഴേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിത്താനെ തള്ളിയിട്ട് എങ്ങനെയെങ്കിലും കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഘടകകക്ഷികൾ. നമ്മളതിൻ്റെ വ്യത്യസ്തമായ വാർത്തകൾ കേൾക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ പോലുള്ളവർ ഈ കത്തുന്ന കപ്പലിൽ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. CPIക്ക് കാര്യം മനസ്സിലായി. അവരതാണ് പറഞ്ഞത്, ഈ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരൊറ്റ വ്യക്തിക്കാണ്. പിണറായി വിജയൻ സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ അതുതന്നെയാണ് ഈ പരമ തോൽവിയുടെ കാരണമെന്ന് CPI അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു. ഇന്ന് ഘടകകക്ഷികൾ ഒരുമിച്ച് ചേരുകയാണ്. LDFിൻ്റെ ഒരു നേതൃയോഗം ചേരുകയാണ്. അതിലാര് പിണറായി വിജയനെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മൾ തോറ്റു എന്ന്? അതാണിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം. സമൂഹ മാധ്യമങ്ങൾ ട്രോളുന്നത് പച്ച പരമാർത്ഥമാണ്. നമ്മൾ ഇന്നലെ MV ഗോവിന്ദൻ്റെ ഒരു പത്രസമ്മേളനം കണ്ട് അന്തം വിട്ടുപോയി. എന്താ മാതിരി തള്ള! പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് ഘടനാപരമായ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഇതൊരു തോൽവിയല്ല, സാങ്കേതികം മാത്രമാണ്. ഈ നേരത്തെ നമ്മുടെ ശങ്കരാടി സിനിമയിൽ പറയുന്നത് പോലെ വളരെ തന്മയത്വത്തോടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ അന്തം വിട്ടു നിൽക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഘടകകക്ഷികളുമാണ്. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, തോറ്റു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം പ്രതിക്രിയാവാദവും യാഥാസ്ഥിതികവാദവും പ്രത്യയശാസ്ത്രവാദവും ഒക്കെ നിരത്തി ഒരു പ്രത്യേക തരത്തിൽ ഇതിനെ അവതരിപ്പിച്ച് അവലോകനം ചെയ്ത് കൊളവാക്കുകയാണ്. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ എന്ന് പറയുന്ന വലിയ താത്വിക അവലോകനമല്ല നമുക്ക് വേണ്ടത്. തോറ്റതിൻ്റെ കാരണം എന്താണ്? അതിന് CPI കണ്ടുപിടിച്ചിരിക്കുന്ന കാരണങ്ങൾ ഒരൊറ്റ വ്യക്തിയാണ് ഈ കപ്പൽ മുക്കിയതെന്ന്. സാക്ഷാൽ ക്യാപ്റ്റൻ കപ്പൽ മുക്കിയാൽ പിന്നെ കൂടെയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? പിണറായി വിജയൻ്റെ ഏകാധിപത്യ തീരുമാനങ്ങളെ ഒന്ന് പുതപ്പിച്ചാണ് പറയുന്നത്. ഘടകകക്ഷികളുമായി കൂടിയാലോചനകൾ നടത്താതെ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് ഇത്ര വലിയ നാശത്തിൻ്റെ കാരണമെന്ന് CPI പറയുന്നു. മറുവശത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് മധ്യ തിരുവിതാംകൂറിലും മലപ്പുറത്തും മാത്രമാണ് ക്ഷീണം സംഭവിച്ചത്. അതെന്താണെന്ന് പാർട്ടി ആഴത്തിൽ പരിശോധിക്കും, അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കും, അവിടെ വേണ്ട തിരുത്തലുകൾ വരുത്തും. തെക്കൻ കേരളത്തിലോ വടക്കൻ മലബാറിലോ ഞങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ്റെ വാദം. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ്. ഗോവിന്ദൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാദവുമായി പുറത്തേക്ക് വരുന്നത് എന്നത് വ്യക്തമാണ്. കാരണം ഇടതുപക്ഷം മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ് എന്ന അണികൾക്ക് ബോധ്യം വന്നാൽ എല്ലാവരും ചാടി രക്ഷപ്പെടും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ദോഷം സംഭവിച്ചിട്ടില്ല, ഒരു പ്രതീക്ഷ ഇപ്പോഴും നൽകി പാവ അണികളെ പറ്റിക്കുകയാണ്. എല്ലാ കാലത്തും CPM ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അണികളെ ഓരോ ആശയപരമായ താത്വിക അവലോകനം നടത്തി അവരെ കബളിപ്പിക്കുകയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് CPI പച്ചയ്ക്ക് പറയും, നീ പോക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകുമെന്ന്. CPMൻ്റെ ചില പ്രാദേശിക നേതാക്കൾ പൊട്ടിത്തെറിക്കുകയാണ്. പാർട്ടി ഇപ്പോൾ ചില ഇറാൻ മൂളികളുടെ കൈകളിലായി എന്നവർ ആക്രോശിക്കുന്നു. മറുവശത്ത് തോൽവിയുടെ കാരണം CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇതിലേറ്റവും വലുത് ഈ വെള്ളാപ്പള്ളിയെ ചുമന്നതിൻ്റെ പേരിലാണ് ഇത്ര വലിയ തകർച്ച നേരിട്ടതെന്ന്. അതിൻ്റെ പ്രതിഫലനമാണ് മധ്യ തിരുവിതാംകൂറിൽ കാണുന്നതെന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. മധ്യ തിരുവിതാംകൂറിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ പൊക്കിക്കൊണ്ട് നടന്നപ്പോൾ ഇത്ര വലിയ ആഘാതം സംഭവിച്ചത് അറിയാൻ വലിയ താത്വിക അവലോകനത്തിൻ്റെ കാര്യമില്ല. ഈ വെള്ളാപ്പള്ളി മുമ്പൊക്കെ വളരെ നിശ്ചിതമായി മുസ്ലിം സമുദായത്തെ വിമർശിക്കുമായിരുന്നു. സമുദായ സംഘടനാ നേതാവ് എന്ന നിലയിൽ മറ്റ് സമുദായങ്ങളെയൊക്കെ വിമർശിക്കാം, പക്ഷേ അതിരൂക്ഷമായ ഭാഷയിലാണ്. വെള്ളാപ്പള്ളി ഇത്തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്ഷേപിക്കും വിധം പല പ്രസ്താവനകളും നടത്തി. പിന്നീട് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ
രണ്ട് തൂണുകൾ, ഒന്ന് വെള്ളാപ്പള്ളി, അപ്പുറത്ത് പെരുന്നപ്പോപ്പ്, രണ്ടുപേരെയും ഒപ്പത്തിനൊപ്പം നിർത്താനുള്ള ശ്രമം പിണറായി വിജയൻ നടത്തി. അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. 2021 അന്ന് ന്യൂനപക്ഷ വർഗീയതയാണ് CPM വലിയ ആയുധമാക്കിയത്. ഒന്ന് മുസ്ലിം സമുദായ പ്രീണനം, അതായിരുന്നു ഏറ്റവും ശക്തമായ ആയുധം. അത് അന്ന് ഫലവും കണ്ടു. കാരണം അന്ന് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം LDFിനൊപ്പം നിന്നു. അതൊരു പ്രത്യേക അന്തരീക്ഷം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിരുന്നു. ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി കരുത്തോടെ നിന്നു, കേരളത്തിൽ ഈ കിറ്റ് കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും വിശദീകരിക്കുന്നത്. പക്ഷെ അതിലപ്പുറം 2020-21 കാലഘട്ടത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ BJPയുടെ ഒരു കടന്നുവരവ്, ഒരു വളർച്ച, അത് വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് കാരണം അതൊക്കെ ഇന്ന് മാധ്യമങ്ങൾ ബോധപൂർവ്വം മറക്കുകയാണ്. 2018 കാലഘട്ടത്തിലെ യുവതീ പ്രവേശന വിഷയം, ആ യുവതീ പ്രവേശന വിഷയത്തെ തുടർന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഉണർന്നു. നിരീശ്വരവാദികളായ ഈ മാർക്സിസ്റ്റ് പാർട്ടി വിശ്വാസങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്നു എന്ന ഒരു പൊതുബോധം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അന്ന് ആ ഹൈന്ദവ സഹോദരങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ സഹോദരങ്ങളും ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നു. നമ്മളത് കണ്ടതാണ്. ആ കാലഘട്ടത്തിലാണ് കാസ എന്ന് പറയുന്ന ഒരു സാധനം ഉയർന്നു വന്നത്. അപ്പോൾ അത് ഒരു തീവ്ര ക്രിസ്ത്യൻ നിലപാട് വെളിച്ചത്ത് കൊണ്ടുവന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ കാസയും BJPയും രണ്ട് വശങ്ങളിലായി നിൽക്കുന്നു. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കാൻ എന്ന പേരിൽ കാസ, മറുവശത്ത് BJPയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2018-2019 കാലഘട്ടമായപ്പോഴേക്കും മോദിയുടെ ഭരണം തുടങ്ങി വളരെ ഒരു ഉത്സവ പ്രതീതി ഇന്ത്യയിൽ വന്ന കാലഘട്ടമാണ്. ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും അടിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സമുദായം ഉണർത്തെഴുന്നേറ്റ ആ കാലഘട്ടത്തിൽ BJP വലിയൊരു ആരവം ഉയർത്തി കേരളം പിടിക്കുമെന്നൊരു തോന്നലുണ്ടാക്കി. അപ്പോൾ ആ യുവതീ പ്രവേശന സമയത്തെ K. സുരേന്ദ്രൻ്റെ സമര ജാഥകൾ, പിന്നീടാണ് സുരേന്ദ്രൻ്റെ ഗ്രാഫ് താഴേക്ക് പോയത്, BJPയുടെ മറ്റു ചില നേതാക്കളുടെ സംയോജിതമായ ഇടപെടലുകൾ, അങ്ങനെ ആ ഒരു ആവേശ കൊടുങ്കാറ്റ് ഉയർത്തി നിൽക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിച്ചത് പിണറായി വിജയനാണ്. അന്ന് പിണറായി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ മുന്നിട്ടിറങ്ങിയതുപോലെ BJP എന്ന വലിയ കെടുതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ താൻ എന്ന രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു അന്നത്തെ പിണറായിയുടെ പല പ്രസ്താവനകളും. എന്ത് വില കൊടുത്തും ഈ BJPയുടെ കടന്നുവരവിനെ നിങ്ങൾ തടയിടണം. ആ ഒരു പ്രസംഗത്തിൻ്റെ ഇമ്പാക്റ്റ്, ആ ഒരു ആഹ്വാനത്തിൻ്റെ ഇമ്പാക്റ്റ് മുസ്ലിം സമുദായത്തിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. അപ്പോൾ കേരളത്തിലെ BJPയെ തടഞ്ഞു നിർത്താൻ ഒരൊറ്റ നേതാവേ ഉള്ളൂ, ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് CPM ആണ്. കാരണം യുവതീ പ്രവേശനം പോലൊരു വിഷയത്തിൽ വളരെ അഡമൻ സ്റ്റാൻഡ് എടുത്ത CPMനെ സംബന്ധിച്ച് ഹൈന്ദവ പ്രീണനം ഒരിക്കലും അവരുടെ ഉള്ളിലുണ്ടാകില്ല എന്ന് മുസ്ലിം സമുദായം തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഈ ഒരു ചെപ്പടി വിദ്യ കൊണ്ട് മുസ്ലിം സമുദായത്തെ തന്നിലേക്ക് ആകർഷിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. മറ്റൊന്ന്, മുഹമ്മദ് റിയാസിനെ തൻ്റെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് തൻ്റെ ഒരു രക്തത്തിൻ്റെ ഭാഗമാണെന്നും അത് ഈ സമുദായവുമായിട്ട് തനിക്ക് വലിയ ആത്മബന്ധമുണ്ട് എന്നും പിണറായി വിജയൻ സ്ഥാപിച്ചെടുത്തു. അത് വിശ്വാസത്തിലെടുത്തു മുസ്ലിം സഹോദരങ്ങൾ. തുടർന്നായിരുന്നു 2021 വലിയ ആരവത്തോടെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയോടെ പിണറായി വിജയൻ അധികാരത്തിലേക്ക് കുതിച്ചത്. മറുവശത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു ഡെവലപ്മെൻറ്റ്, 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കേരള കോൺഗ്രസ് എമ്മിനെ LDFിലേക്ക് ചേർക്കുന്നത്. അന്ന് ഈ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ വലിയ പിണക്കത്തിലായിരുന്നു UDFിനോട്. 2015 കാലഘട്ടത്തിൽ അന്ന് KM മാണിക്കെതിരെ നീണ്ടു നിന്ന ചില ആക്രമണങ്ങൾ, അത് ബാർക്കോഴ മാത്രമല്ല, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടം, 2011-16 ആ കാലഘട്ടത്തിൽ അന്ന് കേരള കോൺഗ്രസ് എമ്മിനെ ഒതുക്കാൻ ചില നടപടികളൊക്കെ മുസ്ലിം ലീഗ് തുടർന്നിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു 5ാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് അന്നേറെ വിവാദങ്ങളൊക്കെ ഉയർന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ 5ാം മന്ത്രിയെ തുടർന്ന് മുസ്ലിം ലീഗിനോട് വലിയൊരു ദേഷ്യം പൊതുവെ ഇതര വിഭാഗങ്ങൾക്കുണ്ടായി. കാരണം അവർ ഭരണത്തിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കുന്നു. വിദ്യാഭ്യാസം, ഈ തദ്ദേശ ഭരണം പോലെ സാധാരണ ജനങ്ങളുമായി ഇടപെടുന്ന നിരവധി വകുപ്പുകൾ അവരുടെ കൈകളിലാണ്. വ്യവസായം, അപ്പോൾ പ്രധാന വകുപ്പുകളൊക്കെ അവർ പങ്കിട്ടെടുത്തു. എന്ന് മാത്രമല്ല, ഭരണം പൂർണ്ണമായി അവർ ഹൈജാക്ക് ചെയ്യുന്ന തലത്തിലുമെത്തി. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിലും തൊട്ടപ്പുറത്ത് കുഞ്ഞാപ്പയുണ്ട്. കുഞ്ഞാപ്പ തീരുമാനിക്കാത്ത ഒരു ഫയലും അന്ന് മന്ത്രിസഭ പാസ്സാക്കില്ല. അപ്പോൾ കുഞ്ഞാപ്പ ഭയങ്കര അജയനായി അങ്ങ് വളരുന്നു.
അന്ന് 3 കൂവാണ് കേരളം ഭരിച്ചതെന്നാണ് നമ്മൾ പൊതുവെ തമാശയ്ക്ക് പറയുന്നത്. 1 കുഞ്ഞാലിക്കുട്ടി, 2 കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ്, ഈ 3 കൂ ചേർന്നുള്ള ഭരണമായിരുന്നല്ലോ. അതിൽ കുഞ്ഞുമാണിയെ ഒതുക്കാൻ കുഞ്ഞാപ്പയും കുഞ്ഞുഞ്ഞൂടെ പിന്നെ ഒരുമിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ വലിയ ചലനമുണ്ടാക്കി. KM മാണിയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു വ്യാപക സംസാരമുണ്ടായി. പിന്നീട് KM മാണി ഒരു മുഖ്യമന്ത്രി ആയി ഇടതുപക്ഷവുമായി ചേർന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തി എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ വരുന്നു. ഇതിനിടയിൽ മറ്റ് ചില ഡെവലപ്മെൻറ്റ്സ് കൂടി നമുക്ക് കാണാതിരുന്നുകൂടാ. ആ കാലഘട്ടത്തിലായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ. തൊടുപുഴ ഒരു കൈവെട്ട് കേസ്, ന്യൂമാൻസ് കോളേജിലെ നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടി. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ സമുദായം ആകെ ആശങ്കയിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കടന്നുവരവ്, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ. അപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിൽ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉദയം ചെയ്തു. അവർ ഒരു ഭീകരതയിലേക്ക് നീങ്ങുന്നു. കാരണം നമുക്കറിയാം ഈരാറ്റുപേട്ട, മൂവാറ്റുപുഴ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ തീവ്ര ഇസ്ലാമിസം വളരുന്നു എന്ന പ്രചരണം അത് വലിയ ശക്തിയോടെയാണ് ആ മേഖലയിൽ ആഞ്ഞടിച്ചത്. എന്നാൽ വടക്കൻ മലബാറിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു സമഗ്രാധിപത്യം ഉള്ളതുകൊണ്ട് അവർ ഏറെക്കുറെ ഒരു മോഡറേറ്റ് ലെവലിൽ സമൂഹത്തെ കാണുന്നവരാണ്. പാണക്കാട് തങ്ങളായാലും കുഞ്ഞാലിക്കുട്ടി ആയാലും മറ്റ് മതവിഭാഗങ്ങളോട് വലിയ ശത്രുതയൊന്നുമില്ല. അതൊരു സമഭാവനയോടെ അവർ രാഷ്ട്രീയം കൊണ്ടുപോകുന്നു, മതത്തെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് വടക്കൻ മലബാറിൽ ഫീൽ ചെയ്യാത്ത ഒരു ഭീതി മധ്യ തിരുവിതാംകൂറിലുണ്ടായി. മുസ്ലിം സമുദായത്തെ തന്ത്രപരമായാണ് പിണറായി വിജയൻ ചേർത്ത് പിടിച്ചത്. കാരണം BJPക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ BJPക്കെതിരെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ആർജിച്ച പിണറായി വിജയനെ സംബന്ധിച്ച് ഈ മുസ്ലിം സമുദായത്തിനോടുള്ള ഒരു വിമുഖത കൊണ്ട് മറ്റേ പിണറായിയിലേക്ക് അടുക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല ക്രിസ്ത്യൻ സമൂഹത്തിന്. മറിച്ച് UDFനെ സംബന്ധിച്ച് അവരുടെ ഒക്കത്തിരിക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അടുത്തൊരു ഭരണം കിട്ടിയാൽ അവർ കൂടുതൽ ശക്തി ആർജിക്കുമെന്നും മധ്യ തിരുവിതാംകൂറിലെ അച്ചായന്മാർക്ക് ഒരു കാര്യവുമില്ല ഭരണത്തിൽ നിന്നുള്ളൊരു തോന്നൽ അവരിൽ ശക്തമായി. കാരണം അക്കാലത്തൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴായാലും UDF ഭരണം കിട്ടിയാൽ ലീഗിൻ്റെ കയ്യിലായിരിക്കും. ഈ മധ്യ തിരുവിതാംകൂർ ഒത്തിരി പള്ളിക്കൂടവും സ്കൂളും കോളേജൊക്കെ ഉണ്ട്. അത് മൊത്തം ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും നടത്തുന്നത്. അവർ ബാഗൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നാൽ പണ്ടൊക്കെ ആണെങ്കിൽ നേരെ KM മാണിയെ കണ്ടാൽ മതി, KM മാണി ഇടപെട്ട് കാര്യങ്ങൾ നടത്തും. മാണി സാറിൻ്റെ കാലശേഷം ഈ മുസ്ലിം ലീഗൊക്കെ ഭരിക്കുന്ന അവിടെ ചെന്ന് ഓഫീസിൽ ഇങ്ങനെ ദിവസങ്ങളോളം കാത്തിരിക്കണം. ഉമ്മൻചാണ്ടിയെ കണ്ടാലും അന്ന് കാര്യം നടത്താൻ കഴിയുമായിരുന്നു. പിന്നീട് ഒരു നാഥനില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അതിനേക്കാൾ ഭേദം ഇടതുപക്ഷം ഭരിക്കുന്നതാണെന്ന് ഈ ബിഷപ്പുമാർക്ക് കൂടി ഒരു തോന്നലുണ്ടായി. അതായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവിൽ ക്രിസ്ത്യൻ സമുദായം നേരെ LDFിലേക്ക് കുറച്ചുകൂടെ വിശ്വാസം അർപ്പിച്ചു. നമ്മളെപ്പോഴും പരിഹസിക്കുന്നത് പോലെ കോവിഡ് കിറ്റൊന്നുമല്ല. ആ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സമുദായ ഘടന തന്നെയാണ് ഇത്തരമൊരു LDF സർക്കാരിൻ്റെ ഫോർമേഷന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇതൊരു പച്ചയായ സത്യമാണ്. ഇത് തനി വർഗീയതയാണ്, പക്ഷെ അതാണ് സത്യം. അങ്ങനെ 2021 അധികാരത്തിൽ പിണറായി വിജയൻ ഏറുന്നു. മുസ്ലിം സമുദായം വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇനി ഈ BJP ഇങ്ങോട്ടധികം ആക്രമിച്ച് വരത്തില്ല. കാരണം കരുത്തനായ പിണറായി ആണല്ലോ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. LDF സ്ട്രോങ് ആയിട്ട് അധികാരത്തിൽ വരുന്നു. പക്ഷെ പിന്നീട് ജനം കേൾക്കുന്നത് തുടരെ സെറ്റിൽമെൻറ്റുകളുടെ കഥയാണ്. ആദ്യം നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കോൺസുലേറ്റ്, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള, അത് അന്വേഷിക്കാൻ കാടിളക്കി വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA, CBI, വരാത്ത ഏജൻസികളൊന്നുമില്ല. ഇവരൊക്കെ പിന്നീട് അപ്രത്യക്ഷമായി. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ ചോദിച്ചു, എങ്ങനെ അപ്രത്യക്ഷമായി? ഇടയ്ക്കിടെ പിണറായി വിജയൻ പോയി വ്യക്തിപരമായ ചില കൂടിക്കാഴ്ചകൾ അമിത്ഷായൊക്കെ ആയിട്ട് നടത്തിയതോടെ അതാണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ ധരിച്ചു. അപ്പോൾ BJPയോട് ഒരു സമവായം പുലർത്തുന്ന CPMനെ, LDFനെ പെട്ടെന്ന് ജനം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നെന്ന് തോന്നൽ മുസ്ലിം സമുദായത്തിൽ. മറിച്ച് മറ്റൊരു BJPയുടെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പോൾ BJP കേരളത്തിൽ LDF സർക്കാർ വരാൻ ആഗ്രഹിക്കുന്നു എന്ന പൊതുപ്രചരണം ഈ കാലഘട്ടത്തിൽ ശക്തമായി. കാരണം കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFനെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് BJPയുടെ അജണ്ട. അതിനേക്കാൾ ഭേദം LDF ആണ്. LDF 2-3 തവണ വന്നു കഴിഞ്ഞാൽ UDF അസ്തമിക്കുമെന്നും പിന്നീട് കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകില്ലെന്നും കോൺഗ്രസിലെ ഈ മൂത്ത നേതാക്കൾ നേരെ BJPയിലേക്ക് ചെന്ന് കയറുമെന്നുമുള്ള ഒരു വ്യാപക പ്രചരണം. അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട്. ആ പ്രചരണം ഏറ്റു. ആ പ്രചരണത്തിൻ്റെ പിന്നാലെ സംഭവിച്ചെന്താണെന്ന് നമ്മൾ കണ്ടു. 2021 കാലഘട്ടം പിന്നീട് 2024 ആയപ്പോൾ ഏറെ മാറി. 2024 ലോക്സഭ
തെരഞ്ഞെടുപ്പ് കറക്റ്റായിട്ടുള്ളൊരു ദിശാസൂചിയായിരുന്നു. മറുവശത്ത് പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം എന്താ? വലിയ അഴിമതി ആരോപണം സർക്കാരിന് നിരക്കില്ല, തൻ്റെയും കുടുംബത്തിൻ്റെയും നിരക്കുണ്ട്, അതൊക്കെ താൻ തട്ടിത്തെറിപ്പിച്ചു, ഒന്നും ഇനി തന്നിലേക്ക് വരത്തില്ല. എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു പെട്ടെന്ന് അപ്രത്യക്ഷമായി. തൻ്റെ കരുത്തിൽ പാർട്ടി ഇനി ചെറുവിരലനക്കില്ല, വിമത സ്വരങ്ങൾ ഉയർന്നു വരത്തില്ല, അടിമക്കണ്ണുകളെയൊക്കെ തൻ്റെ കീഴിൽ കൊണ്ടു നടക്കാം എന്നൊക്കെ പിണറായി വിജയൻ കണക്കുകൂട്ടിയിരുന്നു. ഇതിനിടയിൽ വന്ന ലോക്സഭാ ഇലക്ഷൻ, ഇത് കൃത്യമാർന്ന ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അതിൽ മുസ്ലിം സമുദായം മാറി ചിന്തിച്ചു, ക്രിസ്ത്യൻ സമുദായം മാറി ചിന്തിച്ചു. മുസ്ലിം സമുദായത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ BJPക്കെതിരായി കേന്ദ്രത്തിൽ ഒരു ശക്തമായ ഭരണകൂടം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വരട്ടെ എന്ന് കരുതി. അത് BJPക്കെതിരായ ഒരു വിധിയെഴുത്തു കൂടിയായിരുന്നു. നേരെ UDFിലേക്ക് തിരിച്ചു. കാരണം ഇതുവരെ പിണറായി പ്രസംഗിച്ചതും ചെയ്തതും ഒക്കെ BJPയെ അനുകൂലിക്കുന്ന നടപടികളാണ്. BJPയുമായി പിണറായിക്ക് എന്തോ ഒരു ധാരണയുണ്ട് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് മുസ്ലിം സമുദായം മെല്ലെ മെല്ലെ അങ്ങ് അകത്ത് നോക്കി. പിന്നെ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് അൻവറ അന്ന് കത്തിച്ചത്. അവർക്ക് ഈ കോഴിക്കോട്, മലപ്പുറം ആ മേഖല, വടക്കൻ മലബാറിൻ്റെ ഒരു പ്രത്യേക മേഖലകളിലൊക്കെ അവരുടെ സമുദായ സംഘടനാ നേതാക്കളുടെ നിയന്ത്രണം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കാന്തപുരം, അദ്ദേഹം അവിടെ ഒരു ചക്രവർത്തിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ സ്വാധീനത്തിനൊരു കുറവ് വന്നാൽ അദ്ദേഹം കോപിക്കും. സാധാരണ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞാലിക്കുട്ടി അപ്പം തന്നെ കാര്യം നടത്തി ഉത്തരവുമായി അവിടെ കൊണ്ടുപോയി സന്നിധിയിൽ ഏൽപ്പിക്കുക. ഇനി സമസ്തയുടെ നേതാക്കളായാലും ജമാഅത്ത് നേതാക്കളായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായാലും ആരായാലും കുഞ്ഞാലിക്കുട്ടി അത് പാലിക്കും. കുഞ്ഞാലിക്കുട്ടി എന്നല്ല, മുസ്ലിം ലീഗിലെ മിക്ക മന്ത്രിമാരും ഇത്തരം സമുദായ സംഘടനാ നേതാക്കളുടെ കാൽക്കീഴിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയും, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായം പുലർത്തുന്നവരാണെങ്കിൽ പോലും. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ഒരു കാര്യം രുചിച്ചു. ഒന്ന്, ഒപ്പം നിന്ന മുസ്ലിം സമുദായം LDF ഇട്ടുപോയി. മറുവശത്ത് കാലാകാലങ്ങളായി ഇവരെ താങ്ങി നിർത്തിയിരുന്നത് ഈഴവ വോട്ടുകളാണ്, മുഖ്യമായിട്ട് CPMനെ. അപ്പോൾ ഈഴവ വോട്ടുകൾ ഒന്നൊന്നായി ഒലിച്ച് നേരെ BJPയിലേക്ക് ചെല്ലുന്നു. നായന്മാരുടെ വോട്ട് ഒരു വിഭാഗം BJPയിലേക്ക് പക്ക പോയി, ബാക്കിയുള്ളത് കോൺഗ്രസിലേക്ക് നീങ്ങുന്നു. അപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, CPM അഡ്ഡപടലം വിറച്ചു. ഈ പോക്ക് പോയാൽ സംഗതി പണി കിട്ടുമെന്ന് മനസ്സിലായി. ഇതിനെ തുടർന്നാണ് ഭൂരിപക്ഷ സമുദായ പ്രീണനത്തിലേക്ക് പിണറായി വിജയൻ സ്വിച്ച് ചെയ്തു. അത് പക്ഷേ വളരെ ആത്മഹത്യാപരമായ ഒരു സ്റ്റെപ്പായിരുന്നു. കാരണം നേരത്തെ തന്നെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംശയിച്ച് ഭയന്ന മുസ്ലിം സമുദായം LDFനെ വിട്ടുപോയി. മറുവശത്ത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രശ്നം എന്താണ്? ഈ മുസ്ലിം സമുദായ പ്രീണനം 2021 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വലിയ ചർച്ചയായത്. അപ്പോൾ മുസ്ലിം ലീഗിനോട് അമിത പ്രീണനം നടത്തുന്നു, അവരെ അമിതമായി കരുതുന്നു എന്ന തോന്നൽ പൊതുവെ ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ടായി. പിന്നീട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ കാസ പോലുള്ള ചില സംഘടനകളുടെ പ്രചരണം കൊണ്ട് BJP അസ്പൃശ്യരല്ല എന്നൊരു തോന്നൽ അവർക്കിടയിലുണ്ടായി. ഗോവ പോലെയുള്ള സ്ഥലങ്ങൾ BJP ക്രിസ്ത്യൻ സമൂഹവുമായി സഹകരിക്കുന്നു. എന്തുകൊണ്ട് BJPയെ അകറ്റി നിർത്തുന്നു എന്ന ചോദ്യം ഈ സമുദായത്തിനുള്ളിൽ ഉയർന്നു. കാരണം ഈ ഭരണത്തിൽ, ഈ LDF ഭരണത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം പല തലങ്ങളിൽ ലഭിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. പഴയതുപോലെ ഒരു അധികാര കേന്ദ്രത്തിന് ശക്തിയില്ല. പണ്ടൊക്കെ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ഇടുക്കി, കട്ടപ്പന, പത്തനംതിട്ട അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ കൂട്ടത്തോടെ തിരുവനന്തപുരത്തേക്ക് വരും. ഒന്ന് KM മാണി എന്ന അധികാരനായ നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുക, അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലുക. വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ചെറിയ പരാതി കൊടുത്താൽ പോലും വലിയ സ്വീകാര്യത അവർക്ക് കിട്ടുന്നു. അവരെ മുഖ്യമന്ത്രിയുടെ അടുക്കലെങ്കിൽ മുഖ്യമന്ത്രി, മറ്റിടങ്ങളെങ്കിൽ കൊണ്ടുപോയി കാര്യം സാധിച്ച് തിരിച്ചുവിടുന്നു. അപ്പം അത്തരം ഇടപാടുകളൊന്നും ഈ ഭരണത്തിൽ നടക്കുന്നില്ല. മന്ത്രിമാരൊക്കെ ചുമ്മാ നോക്കുകുത്തികളാവും. അധികാരമൊന്നും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനോ കൈയാളാനോ അവർക്കറിയില്ല. എല്ലാ അധികാരവും ഒരൊറ്റ വ്യക്തിയിലേക്ക് ചെന്നു. അതാണിപ്പോൾ CPI പറയുന്നത്. എല്ലാ അധികാരവും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചപ്പോൾ, ആ വ്യക്തിയെ ജനം സംശയിച്ചപ്പോൾ പരാജയത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ആ KM മാണിയുടെ ആർജവം ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് എമ്മിനില്ലാതെ പോയി. ആർജവം ഇല്ലാതെ പോയത് ഈ ഭരണ സംവിധാനത്തിൽ അവർ ദുർബലരായി പോയതുകൊണ്ടാണ്. നമുക്ക് ആ ദുർബലാവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്, അത് പിന്നീട് ചർച്ച ചെയ്യാം. ഇതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയം മാറി മറിഞ്ഞു. ഇവിടെയാണ് ഇപ്പോൾ UDFന് അനുകൂലമായൊരു ട്രെൻഡ്, ഒരു പൊതുവികാരം നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോഴും
ഇന്നലെ മനോരമ 80 മണ്ഡലങ്ങളിലെ UDF ലീഡ് വളരെ വിശദമായി കണക്കുകൾ കൊണ്ട് അവതരിപ്പിച്ചിരുന്നു. ഞാൻ ആ ലിസ്റ്റ് 58 മണ്ഡലങ്ങളാണ് LDFന്. ആ ലിസ്റ്റിൽ കണ്ണുപിടിച്ചപ്പോൾ ഇപ്പോഴും LDF അവകാശപ്പെടുന്ന 40 ഫിക്സഡ് സീറ്റുകൾ അവർക്കുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDFന്റെ കയ്യിലിരിപ്പുണ്ട്. പിന്നീടുള്ള 18 എണ്ണം അവർക്ക് കാര്യമായ ഭൂരിപക്ഷം ആ സീറ്റുകളിലുണ്ട്. പക്ഷേ UDF മുന്നിട്ട് നിൽക്കുന്ന 58നും 80നും ഇടയിലുള്ള 22 സീറ്റുകൾ, ആ 22 സീറ്റുകൾ ചെറിയ മാർജിനിലാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു റിസ്ക് UDFന് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ജയിക്കും, കാരണം ട്രെൻഡ് അങ്ങനെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പൊതുചിത്രം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഉൾപാർട്ടി തിരുത്തലുകൾ വരുത്തി CPM അട്ടിമുട്ടി മാറിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തം വിട്ട പണി ഇവർക്കിട്ട് കിട്ടും. ഇതാണ് ഒരു രാഷ്ട്രീയ ചിത്രം. ശരിക്കും ഈ ഒരു താത്വിക അവലോകനമൊക്കെ MV ഗോവിന്ദൻ നടത്തുമ്പോഴും നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വലിയൊരു ക്ഷതം പലയിടങ്ങളിലും കിട്ടിയിട്ടില്ല. എന്നാൽ മലബാർ മേഖലയിലൂടെയൊക്കെ പറഞ്ഞോണം നല്ല രീതിയിൽ അത് പ്രതിഫലിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ ശബരിമല വിഷയമടക്കം ഒന്ന് ആത്മപരിശോധന നടത്തിയിരുന്നുവെങ്കിൽ അല്ലേ, പലപ്പോഴും MV ഗോവിന്ദനായാലും പിണറായി വിജയനും അതിൽ നിന്ന് മാറുന്നതായിട്ട് ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ അത് കൃത്യമായി പറയുവാനോ ഒന്നും നിൽക്കാതെ മാറുന്നതായിട്ട് കണ്ടു. പത്മകുമാർ അടക്കം N വാസുവിനെ അടക്കം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു നിലപാടൊക്കെ ഒരു പക്ഷേ അവരെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം ഇനിയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതറിയില്ല. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFന് റിസ്ക് ഉണ്ട്. കാരണം ഇപ്പോഴും CPM അനുഭാവികൾ അനുകൂലികൾ അതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒപ്പം പരോക്ഷമായി നിൽക്കുന്ന കുറച്ച് വോട്ടുകളാണ്, ജനങ്ങളുടെ രാഷ്ട്രീയ ഭേദം ഇല്ലാണ്ടുള്ള പരോക്ഷമായിട്ടുള്ള വോട്ടുകളാണ് വിഹിതം ചെയ്തു പോകുന്നത്. അതിലാണ് ഒരു പക്ഷേ ഈ പറയുന്ന ശബരിമല വിഷയവും മറ്റുള്ള കേസുകളും അഴിമതിയൊക്കെ വരുന്നത്. ഈ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമല കൊള്ള അതാണ് ഇപ്പോഴത്തെ തോൽവിക്ക് കാരണം ഒറ്റയടിക്ക് പറയുകയാണ്, രാഷ്ട്രീയക്കാരെല്ലാം പറയുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ അടിയൊഴുക്ക്, രാഷ്ട്രീയ അടിയൊഴുക്കിന് ആക്കം കൂട്ടാനാണ് ഇത്തരം വിവാദങ്ങൾ ഉപകരിക്കുന്നത്, ഇത്തരം ആരോപണങ്ങൾ ഉപകരിക്കുന്നത്. ഇപ്പം മുഖ്യമന്ത്രി നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഒരു പക്ഷേ സർ പറഞ്ഞതുപോലെ ഈഴവ വോട്ടുകൾ, ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ, നായർ വോട്ടുകളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള പിണറായിയുടെ ഒരു അതിബുദ്ധിയായിരിക്കാം, ഒരു അറ്റകൈ പ്രയോഗമായിരിക്കാം. പക്ഷെ അത് പാളിപ്പോയി. അതിലൊരു പക്ഷെ വിജയം ഉണ്ടായിരുന്ന ഇത്രയും ഒരു കൂപ്പുകുത്തത്തില്ലായിരുന്നു. അല്ല, അത് പാളാൻ അവര് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഹൈന്ദവ സഹോദരങ്ങളുടെ വോട്ട് തേടാൻ ഒരു പ്രീണനം നടത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഈ ശബരിമല കൊള്ളയിൽ പാളിപ്പോയി. ഇത് എവിടെ തൊട്ടാലും അബദ്ധമാണ്. ഈ ശബരിമല അയ്യപ്പന്റെ ഒരു ശാപം അത് നമുക്കറിയാം. 2018 മുതൽ ഉണ്ടെങ്കിലും 2021 തന്ത്രപരമായി അത് അതിജീവിച്ചു. പക്ഷെ അതിനുശേഷം തൊട്ടതൊക്കെ പാളുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്നോണം ഈ അടിയൊഴുക്കുകളാണ്. നമ്മളിപ്പോൾ ഒറ്റ വിഷയത്തിൽ പുറമേ നിന്ന് നോക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം, അതിൽ പയറ്റി തെളിഞ്ഞ പിണറായി വിജയൻ പോലുള്ളവർ എങ്ങനെയാണ് ഓരോ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിശകലനത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. കാരണം എവിടേക്കാണ് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം മുസ്ലിം വോട്ടുകൾ മലബാർ മേഖലയിൽ നിന്ന് UDFിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് ഹിന്ദു ഒരു ഭൂരിപക്ഷ വോട്ടുകൾ ചിലയിടങ്ങളിലായിട്ടുള്ളതാണ്. അത് നിലനിർത്താൻ സാധിക്കാതെ അതും BJPയിലേക്ക് സ്പ്ലിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഇനി ഒഴുകുന്നതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ലാതെ ഇനി CPMന് മാറ്റമില്ല. കാരണം ആ ഒരു രീതി തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കൂപ്പുകുത്തിയാലും പിന്നെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ അടിപതറിയെന്ന് വരത്തില്ലേ. അല്ല, ഇവിടെ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ബംഗാൾ മോഡൽ തകർച്ച ഇവിടെ CPM നേരിടും. അതിനുള്ളൊരു കാരണം കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനപരമായി മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം BJP ഇപ്പോൾ വലിയ അസ്പൃശ്യത കൽപ്പിക്കുന്ന മാത്രമല്ല, BJP ആയാലും കോൺഗ്രസ് നോക്കിയാലും നമുക്ക് എടുത്ത് ഒന്ന് ഫെയിം ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. CPM 10 വർഷം ഭരിച്ചിട്ട് എനിക്ക് ഇപ്പം എത്രയോ മന്ത്രിമാരുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന പിണറായി വിജയൻ, MV ഗോവിന്ദൻ, കൂടി വന്ന വീണ ജോർജ്. അല്ലാതെ ഒരു മാധ്യമങ്ങളുടെ ഇടയിലോട്ടോ അല്ലെങ്കിൽ ജനശ്രദ്ധയെ ആകർഷിക്കത്തക്ക രീതിയിലോ ഒന്നും അവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുമില്ല. അല്ല, ഇത് പ്രസിദ്ധിയിലുണ്ടല്ലോ വീണ ജോർജ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിലും കാണുന്നുണ്ടല്ലോ. അതുപോലും ഇല്ല ഇവരൊക്കെ. വീണ ജോർജിനുള്ളത് ഒരു കഴിവുകെട്ട പ്രസിദ്ധിയാണ്. അതെ, ഒരു ആരോഗ്യരംഗം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിവില്ലാത്ത. അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ വീണ ജോർജ് എന്ന് പറയുന്ന മറ്റേ മന്ത്രിമാരെയൊന്നും നമുക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. കാരണം ഇവരുടെ പ്രവർത്തനം ഈ കടക്ക് പുറത്തുനിന്നുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ്. ഇന്നത്തെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. മന്ത്രിമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അങ്ങനെയൊക്കെ ഉള്ള ഒരു പദവി കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരെയാണ് ജനം എപ്പോഴും സ്വീകരിക്കുന്നത്.
പറയുന്നത്. ഒരു സ്വീകാര്യത ഇപ്പോഴും CPM പാർട്ടിക്ക് അതില്ല. അതിൻ്റെ പ്രശ്നം ഈ അധികാരത്തിൻ്റെ ഒരു മുഖമുണ്ട്. അധികാരത്തിൻ്റെ മുഖം ഇവിടെ പിണറായിയാണ്. ആ മുഖം എന്ത് ചിന്തിക്കുന്നു, ആ മുഖത്ത് എന്ത് ഭാവമാണ്, അതാണ് ഈ നാടാകെ പ്രസരിക്കുന്നത്. അത് താഴെ ഒരു കേഡർ സംവിധാനം പോലെ പാർട്ടിയുടെ താഴേക്കിടയിലുള്ള പ്രാദേശിക നേതാക്കളിലേക്ക് വരെ അതിൻ്റെ ഒരു സ്ഫുരണങ്ങളുണ്ടാകും. പിണറായി വിജയൻ്റെ മുഖഭാവം, പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കൊണ്ടുവന്ന് കയറ്റി വളരെ സ്വീകാര്യതയോടെ അയ്യപ്പ ആഗോള സംഗമത്തിലേക്ക് കടക്കുമ്പോൾ അത് മറ്റ് സമുദായങ്ങളെ അത് സ്വാധീനിച്ചുവെങ്കിൽ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രതീകമാണ്. പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതൊരു പ്രതീകമാണ്. പിണറായി വിജയൻ തൻ്റെ മുന്നിലുള്ള മൈക്കിൽ ഒരു പൊട്ടലും ചീറ്റലും വരുമ്പോൾ അത് അടിച്ച് തെറിപ്പിച്ച് കളയുന്നത് അതൊരു കൃത്യമായ ഭാവമാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളും ഇത്തരം ഭാവവുമൊക്കെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഭരണത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ ഈ അഹങ്കാരം, ധാർഷ്ട്യം എന്ന് പറയുന്നത് എപ്പോഴും കടക്കുപുറത്ത് പറയേണ്ടതില്ല, എപ്പോഴും ജനങ്ങളെ ആറ്റിയകറ്റിയില്ല എങ്കിൽ പോലും ഇത്തരം ചില സിംബോളിക്കായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. ആ ദൃശ്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം പകർന്നാൽ അത് പിന്നെ തിരുത്തപ്പെടാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയതിന്റെ. ആര്യ രാജേന്ദ്രന്റെ ഈ കടക്ക് പുറത്തുനിന്നുള്ള ഒരു നിലപാട് പലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ചെന്നാൽ പോലും അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. ആര്യ രാജേന്ദ്രന്റെ സ്വന്തം ഈ വാർഡിൽ പോലും കാണുന്നില്ല. കോർപ്പറേഷനെ സംബന്ധിച്ച് മറ്റു ചില മാധ്യമങ്ങളൊന്നും പറയാത്ത ഒരു രഹസ്യമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് വിശദമാക്കാം. അതായത് ഇവിടെ RSS ആണ് ഇത്തവണ ഇറങ്ങി പ്രവർത്തിച്ചത്. എല്ലാ വാർഡുകളിലും അവർ റൂട്ട് മാർച്ച് അടക്കം RSS തങ്ങളുടെ വോട്ട് ഇക്കുറി BJP നഗരസഭ ഭരിക്കണം എന്നവർ തീരുമാനിച്ച് വളരെ കൃത്യമായി ചിട്ടയോടെ തിരുവനന്തപുരത്ത് അവർ പ്രവർത്തിച്ചു. അതാണ് ഇത്തവണ ഇത്ര നല്ലൊരു വിജയം തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നതിൽ BJP എത്തിച്ചേർന്നതിന് പിന്നിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ആരും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ കൃത്യമായി അത് പഠിച്ചിട്ടാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇനി അടുത്തൊരു ചർച്ചയിൽ അത് എന്തായാലും കൊണ്ടുവരാം. കാരണം കേരളത്തിലെ പൊതുചിത്രം മാറുന്നു. തിരുവനന്തപുരം നഗരസഭ കീഴടക്കിയ BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന സംശയമില്ല. ഇവിടെ ഏറ്റവും വലിയൊരു ചിത്രം കൂടി നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുമ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ ഇരട്ടിയോളം സീറ്റുകൾ ഇക്കുറി കോൺഗ്രസ് നേടിയെടുത്തു. LDFിൻ്റെ സീറ്റ് നില അത്രയും താഴെ പോയി. അപ്പോൾ BJP വളരുമ്പോൾ കോൺഗ്രസ് UDF തളരും എന്നുള്ള പ്രവചനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ തെറ്റി. LDF തന്നെയാണ് അവിടെ തളർന്നു വീണത്. ഇതേ പ്രവചനം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് സ്വയം തിരുത്തലിന് CPM തയ്യാറായില്ല എങ്കിൽ, രാജാവ് നഗ്നനാണ് എന്ന് രാജാവ് തന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, ഇത്രയധികം പ്രജകളങ്ങ് നഗ്നനാണ് എന്ന് പറഞ്ഞ് ആ രാജാവിന് നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ ഒരു തുണിയെങ്കിലും തലയിലിട്ട് ഓടാനുള്ള ഒരു മനസ്ഥിതി കാട്ടിയാൽ ഈ കേരളം രക്ഷപ്പെടും, CPM രക്ഷപ്പെടും. തീർച്ചയായിട്ടും ഈ ഒരു അവലോകനത്തിൽ തന്നെ നമുക്ക് പറയാം ഇനിയെങ്കിലും തിരുത്തേണ്ടത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും തിരുത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വയം പതിക്കുക അല്ലെങ്കിൽ സ്വയം പരാജയം സമർപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇനിയുള്ള ഒരു പോരാട്ടത്തിലേക്കുള്ള ഒരു ആർജവും കൂടിയായിരിക്കണം. പക്ഷേ CPM അത് നേടുമോ എന്നുള്ളത് അറിയില്ല. കപ്പൽ ആടി ഉലയുകയല്ല, ഏകദേശം മുങ്ങി താണു എന്നുള്ള വിവേകമെങ്കിലും ഉണ്ടായാൽ നന്ന്. തീർച്ചയായിട്ടും.